ഇന്നത്തെ രാജസ്ഥാൻ RCB മാച്ചിൽ രണ്ട് താരങ്ങൾ സെഞ്ചുറി അടിച്ചു. ബട്ട്ലറും കോഹ്ലിയുമാണെന്ന് സെഞ്ചുറി അടിച്ചത്. രണ്ടുപേരും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഇന്ന് ജയിച്ചത് രാജസ്ഥാൻ്റെ ടീമാണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ബട്ട്ലർക്കായിരുന്നു. ശേഷം താരം ചെയ്തൊരു പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ അടുപ്പിച്ച് 4ാമത്തെ വിജയമാണ് നേടിയിരിക്കുന്നത്. RCBക്ക് ഇന്നും ജയിക്കാൻ സാധിച്ചില്ല. കോഹ്ലിയുടെ സെഞ്ചുറി പാഴായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ ടീമിൽ റിയാൻ പരാഗ് മികച്ച ഫോമിലായിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് ബട്ട്ലറും സഞ്ജുവും ഫോമായിരിക്കുകയാണ്. ഇനി രാജസ്ഥാനെ പേടിക്കാൻ ഒന്നും തന്നെയില്ല. രാജസ്ഥാൻ ഇപ്രാവശ്യം പ്ലേ ഓഫിൽ എത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. കോഹ്ലി ഇന്ന് 113 റൺസ് എടുത്താലും മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ബട്ട്ലർക്കായിരുന്നു. ഇന്ന് ബട്ട്ലർ അവാർഡ് വാങ്ങി അത് കോഹ്ലിക്ക് കൊടുത്തു. ഈ ഒരു അവാർഡ് കോഹ്ലിക്കുള്ളതാണെന്നാണ് ബട്ട്ലർ പറഞ്ഞത്. ബട്ട്ലറിൻ്റെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ബട്ട്ലർക്കറിയാം കോഹ്ലി ഇന്ന് നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. ഓപ്പണിംഗിൽ ഇറങ്ങി ഔട്ടാവാതെ 113 റൺസാണ് കോഹ്ലി ഇന്ന് എടുത്തത്. അതുകൊണ്ട് മാൻ ഓഫ് ദി മാച്ച് തനിക്ക് മാത്രമല്ല കോഹ്ലിക്കും അർഹതപ്പെട്ടതാണെന്നാണ് ബട്ട്ലർ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ബട്ട്ലർ അവാർഡ് കോഹ്ലിക്ക് കൊടുത്തത്. എന്തായാലും രാജസ്ഥാൻ ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. RCB വീണ്ടും കളി തോറ്റു. രാജസ്ഥാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. രാജസ്ഥാൻ ടീമിലെ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ്. ബട്ട്ലർ കൂടി ഫോമായതുകൊണ്ട് ഇനി രാജസ്ഥാനെ പേടിക്കാനില്ല. സഞ്ജുവും ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗാണ് പുറത്തെടുത്തത്. സഞ്ജു വീണ്ടും ഫോമിലേക്ക് തിരിച്ചെത്തി. ഈ IPLലെ നമ്പർ 1 ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് രാജസ്ഥാൻ റോയൽസ് ആണ്. ഒരു മാച്ച് പോലും തോൽക്കാതെയാണ് അവർ ഇതുവരെ കളിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.